അപ്പം ലിവിയ ഇന്ന് സൺഡേ ആണ്. ലിവിയ വീട്ടിലിരുന്ന് ചുമ്മാ ബോറടിക്കുന്നു. പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് ബോറടിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് പറമ്പിലെന്തോ കൃഷിയുടെ ഒക്കെ നോക്കാനായിട്ട് പോയി. അത് കാരണം എന്നെ സഹായിക്കാനായിട്ട് പാത്രം കഴുകാമെന്നും പറഞ്ഞ് വന്നതാണ്. വന്നാൽ പിന്നെ എനിക്ക് മെനക്കേടാ, പിരിവിരിപ്പും കാണിച്ച് അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് ചുമ്മാ നിൽക്കും. എൻ്റെ രണ്ടാം മുണ്ടൊക്കെ എടുത്ത് കൊടുത്ത് പാത്രമൊക്കെ കഴുകി സഹായിക്കുകയാണ്. ഇടയ്ക്ക് വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ ഇരുന്ന് കാണിക്കുകയാണ്. അപ്പടി പിരിവിരിപ്പാണ്. കുറച്ച് പാത്രമൊക്കെ കഴുകി തന്നു. വലിയ പാത്രമെല്ലാം ഞാൻ കഴുകി വെച്ചു. കൊച്ചു പാത്രങ്ങളെല്ലാം കഴുകി. ഒത്തിരി കണ്ട് കഴിയും പരിചയം വരും, അയ്യോ ഇത്രയും ഞാൻ കഴുകുകയല്ലെന്ന് പറയും. അതിന് വലുതെല്ലാം ഞാൻ കഴുകി മാറ്റി, ചെറുതെല്ലാം ഞാൻ കഴുകാൻ കൊടുത്തു. അത് തിരിച്ചും മറിച്ചും എല്ലാം നോക്കും ചെളി പോയോ എന്നിട്ടേ കമത്തുള്ളൂ. എന്നിട്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ട് ക്യാമറയ്ക്കിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്ന്. അല്ല വൃത്തിക്കൊക്കെ കഴുകി വെക്കുകയുള്ളൂ. എനിക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു തരും. പണിയൊക്കെ ചെയ്യാൻ ഇഷ്ടം. അങ്ങനെ ഫോൺ അധികം ഉപയോഗിക്കുകയില്ല, ടി വി അധികം ഉപയോഗിക്കുകയില്ല, കാണുകയില്ല. അങ്ങനത്തെ പരിപാടിയൊന്നും പുള്ളിക്കാരത്തിക്കില്ല. ഉപ്പിമോളാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾ, അമ്മ ഞാനിവിടെ കൃഷിയിൽ സഹായിക്കാം, അമ്മ ഞാൻ അടുക്കളയിൽ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് വരും. പിന്നെ ഞാൻ വലുതായിട്ടൊന്നും ചെയ്യിക്കുകയില്ല. അപ്പോൾ വഴക്ക് പറയും, അവൾ കൊച്ചല്ലേ അവൾ പഠിക്കട്ടെന്ന് പറയും. ചെറിയ തോതിലൊക്കെ ചെയ്തു തരും. ഇഷ്ടമാണ് ചെറിയ പണികളൊക്കെ. ഇപ്പോഴേ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അന്നേരം വലുതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. നല്ല വൃത്തിക്കൊക്കെ പാത്രം കഴുകുള്ളൂ, നോക്കിയൊക്കെ ഒഴിക്കുന്നത്. ഇടയ്ക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് ക്യാമറയെ നോക്കി. സ്റ്റൈലാണ് വലിയ ഏതാണ്ട്. അയ്യോ ഇന്നലെ വരെ ചെയ്ത നമ്മളൊക്കെ ഒന്നുമല്ല. 24 മണിക്കൂർ 305 ദിവസവും അടുക്കളയിൽ പണിയുന്ന അമ്മമാരൊക്കെ എന്നാ പണിയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാനൊക്കെ നല്ല വൃത്തിക്ക് പണിയുന്നു. അതിനിടയ്ക്ക് ഒരു പാലും കൂട് കിട്ടി, മിൽമാക്കൂട്. അത് കഴുകി ഹരിതകർമ്മസേനയ്ക്ക് ഇടാൻ പോവുകയാണ്. 3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകണം. എന്നിട്ട് ഒരു കമ്പിയെ കൊളുത്തിയിടണം. അത് ഉണങ്ങി കഴിഞ്ഞ് അവർക്ക് കൊടുക്കണം. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് കഴുകേണ്ടതെന്നും പറഞ്ഞ്. അതും വെച്ചുകൊണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ ചെയ്യണം, നമുക്ക് സമയം പോയാലും കുഴപ്പമില്ല. പിള്ളേരൊക്കെ അല്ലേ, അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ സന്തോഷമല്ലേ നമ്മൾ കാണണ്ടേ. ചെറിയ പണികളൊക്കെ ചെയ്തോട്ടെ. എന്നെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത്രയേ ഉള്ളൂ. ഇനി അത് എടുത്ത് വെളിയിൽ കൊണ്ട് കമത്തണം. അവിടെ കൊളുത്തി ഇനി ആവാൻ. അപ്പോൾ ലിവിയ മോൾ പാത്രമെല്ലാം ഉരച്ച് കഴുകുകയാണ്. എന്നെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് പാത്രം കഴുകേണ്ടതെന്ന്. നമുക്കറിയാൻ മേലല്ലോ, നമ്മളിപ്പോൾ പാത്രം കഴുകാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഉപ്പിമോൾക്കെല്ലാം അറിയാം. കഴുകി മാറ്റി വെക്കുവാണ്. നല്ല വൃത്തിക്ക് ഉരച്ച് കഴുകുകയാണ്. അമ്മ ഇങ്ങനെയാണ് കഴുകേണ്ടത്. ഉപ്പിമോൾ നോക്കിക്കോ എന്ന് എന്നോട് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കൈയൊക്കെ കഴുകി മടുത്തു. ഇനി ഉരച്ച് വെച്ച കുറച്ച് പാത്രം കഴുകി മാറ്റണം. എൻ്റെ കൊച്ച് മടുത്തു, ഉപ്പിമോൾ മടുത്തു. ആളെ ഇപ്പോൾ സ്കൂളിൽ പോകും, പഠിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇനി എനിക്ക് കിട്ടത്തില്ല. പഠിച്ചോളും, അങ്ങനെ മടിയൊന്നുമില്ല. അധികം ഫോണൊന്നും ഉപയോഗിക്കുകയല്ല, അധികം ടി വി ഒന്നും ഉപയോഗിക്കുകയല്ല. പറ അമ്മ എന്നെപ്പറ്റി എന്നൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അവരുടെ ഡ്രസ്സിങ് ഒന്നും ആരും ശ്രദ്ധിച്ചേക്കരുത്, മോഡേണാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നൊക്കെയാ വീട്ടിൽ പണി ചെയ്ത് തരുന്നതെന്ന്. അപ്പം എന്നോട് പറയുകയാണ് വലിയ പണി ഞാൻ ചെയ്തു തരുന്നുണ്ട്. പിന്നെ വലിയ പണി ഞാൻ ചെയ്തു തരുന്നില്ലേ? അതല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ പണി, പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന പണി. എല്ലാം എടുത്ത് വെക്കുകയാണ്. ആ പണി എന്നാ പണിയാണെന്നറിയാവോ? സർപ്രൈസാണേ, ഞാൻ പറയാവേ. എന്നാ കണ്ട തിന്ന് സഹായിക്കുന്ന പണി, അത് വലിയൊരു പണിയല്ലേ.
ചവയ്ക്കണം, വിഴുങ്ങണം. കൈ വായിലോട്ട് പോകുമ്പം കൈ കഴയ്ക്കും, തൊണ്ട വിഴുങ്ങുമ്പം തൊണ്ട കഴയ്ക്കും, വയറ്റിൽ ചെല്ലുമ്പം കുടലൊക്കെ പ്രവർത്തിക്കേണ്ട. എത്ര നേരം ആ മെഷീന് കിടന്ന് പ്രവർത്തിച്ചാലോ ഒന്ന് വയറ്റിലേക്ക് ഒന്ന് അരഞ്ഞ് കിട്ടുന്നത്. അതൊരു വലിയ ജോലിയല്ലേ. പിള്ളേർ നോക്കുമ്പോൾ അതാണ് അവർക്ക് വലിയൊരു ജോലി. ഉണ്ടോ? ഇപ്പോൾ മനസ്സിലായോ വലിയൊരു ജോലി ഞാൻ ചെയ്യുന്നുണ്ടെന്ന്? സർപ്രൈസ് എന്നാന്ന് മനസ്സിലായോ? വീണ്ടും പണിയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നോട് ജയിക്കുകയല്ല പറഞ്ഞ. ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. പൊളിയാന്നൊക്കെ പറയുക. പാത്രം എല്ലാം കഴുകി തീരാറായി. ഇനി 3 പ്ലേറ്റും കൂടിയേ ഉള്ളൂ. ഇത്രയും പാത്രം ഞാൻ കഴുകി എന്നൊക്കെ കാണിക്കുകയാണ്. അതും കഴുകി കയറുകയാണ്. ഇനി വണ്ടി ഓടിക്കുകയാണ്. എൻ്റെ പൊന്നെ, അരിക്ക് കഴുകി പൊടി ഉപ്പി മതി, കഴുകിപ്പോ. ഇടയ്ക്ക് വണ്ടി ഓടിക്കുക. പിരിവിരിപ്പാ, അപ്പടി പിരിവിരിപ്പാ. ഈ പ്രായം അങ്ങനെയാ. കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ സ്കൂളിൽ. ഡൊമിനിക്ക്, ബിനയ, ജുവാന, പിന്നെ വേറെ പിള്ളേരൊക്കെ ഉണ്ട്. ഇവരോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സ്കൂളിലെ കഥകളൊക്കെ വന്നിരുന്ന് പറയുക, പഠിക്കുക. ടി വി അങ്ങനെ ഉപയോഗിക്കുകയില്ല, ഫോണുമില്ല, അധികമൊന്നുമില്ല. വല്ലപ്പോഴും ഒന്നെടുത്ത് നോക്കും, ഇച്ചിരിയൊക്കെ നോക്കിയാൽ ഞാൻ പറയുകയില്ല. എന്നാലും സ്കൂളിലെ കാര്യങ്ങളെല്ലാം വന്ന് പറയും. ഞാനതിരുന്ന് ക്ഷമയോടെ കേൾക്കും. അപ്പൻ ക്ഷമയോടെ കേൾക്കും സമയമുള്ളപ്പം. വീണ്ടും ഞാൻ പണി തീർന്നെന്ന് അവൾ ഓർത്തത്. പെട്ടെന്ന് അപ്പം പൊതി കിട്ടി പാത്രമെല്ലാം കൂടെ വെച്ച് കൊടുത്ത് അവൾ ജാമ്യയിൽ പോയാൽ എനിക്കിട്ട് നോക്കുകയാണ്. അവളോർത്ത് പണിയെല്ലാം തീർന്ന് ഇനി കയറി പോകാമെന്ന്. എനിക്കിട്ട് നോക്കുക. എനിക്കിട്ട് നോക്കണ്ടടി, നീ പിടിച്ചതിലും വലുത് അളയലിരിക്കുന്നെന്ന് പറഞ്ഞ പോലെ വന്ന് പെട്ടും പോയി. ഞാൻ പൊക്കോളാൻ പറയുന്നുണ്ട്, എന്നാലും പണി ചെയ്തേ പോവുള്ളെന്ന്. ഞാൻ മാത്രം പെറുക്കി ഇടുക. നീ എന്തിനാ പണിയാൻ ഇറങ്ങിയേ? അപ്പോൾ പാത്രം എല്ലാം കഴുകി തീർന്ന് കയറി. അപ്പോൾ പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഇനി അത് കുലുക്കി സർബത്താന്നും പറഞ്ഞ് കുറച്ച് നേരം ഇനി അതുമായിട്ടിരിക്കും. എൻ്റെ ഒരു പണി നടക്കുകയില്ല. സ്വന്തമായിട്ട് മ്യൂസിക്കൊക്കെ കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് പാടും. ബിനീഷ് മാഷിൻ്റെ ഒരു ചെറിയ ചായവുണ്ട്, കാറ്റടിച്ചിട്ടുണ്ട്. ബിനീഷ് മാഷിൻ ടീമിനെ ഭയങ്കര ഇഷ്ടമാണ്. ടീമിനെ ഇന്നാളെ ഞങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക. ടാറ്റാ.